അത്താഴത്തിന് എന്താ വേണ്ടേ കേട്ടാ? നീ എന്തുട്ടാ കഴിക്കാൻ പോണേ? എനിക്ക് ഓട്സ് ഉണ്ട്. എന്ത് ഏത് നേരവും ഓട്സ്? കല്യാണത്തിന് ഇപ്പൊ തടി കുറയ്ക്കാനാണ് ഞാൻ പറഞ്ഞൂലോ. എന്നാ പിന്നെ എനിക്കും അതൊക്കെ മതി, പലതും ഉണ്ടാക്കണ്ടല്ലോ. അല്ലേ രഘുവേട്ടന് എന്ത് പറ്റി? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്നാ പിന്നെ ഞാനിനി കുട്ടികളോട് പോയി ചോദിക്കട്ടെ, എന്താ അവർക്ക് വേണ്ടേന്ന് അറിയണ്ടേ. കല്ലു ഇങ്ങോട്ട് വന്നേ. കുട്ടികൾക്ക് അധികം ചോയ്സ് കൊടുത്തൊന്നും പഠിപ്പിക്കണ്ട, നിന്റെ പണിയായിരിക്കും കൂടാൻ പോണേ. എന്തത്, അവർക്ക് ഓട്സ് കൊടുക്കാൻ പറ്റുമോ? ആ എന്നാ നീ പോയി ചോദിക്ക്. ആഹാ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് രണ്ടുപേരും എത്തിയില്ലോ. അല്ല, ഇന്നെന്താണ് ഹോംവർക്ക് ഒന്നുമില്ലേ? ബോൾ വെച്ച് കളിയാണല്ലോ. ഈ ബോള് ഇതിപ്പോ എവിടുന്ന് വന്നു? അത് 2 ദിവസം മുമ്പ് അവർ അമ്പലപ്പറമ്പിൽ കണ്ടതാണ്. വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്ന് വാങ്ങി കൊടുത്തു. എന്റെ കടയിൽ നിന്ന് തന്നെ ഒരു 100 എണ്ണം ഉണ്ടല്ലോ, അതിന്റെ പുറമെ വേറൊന്നും കൂടിയില്ലേ? ഫുട്ബോളും ടെന്നീസും ബാസ്കറ്റ്ബോളും വോളിബോളും എല്ലാം കൂടി വാങ്ങി കൂട്ടണം കേട്ടാ. ആയിഷേ, അച്ഛന്റെ മൂഡ് ശരിയല്ലാട്ടാ. എന്റെ തല, ഇവളെ ഇന്ന് ഞാൻ. പോട്ടേട്ടാ, ഇത് റബ്ബർ ബോൾ അല്ലേ, വലുതായിട്ട് വേദനിച്ചിട്ടുണ്ടാവില്ല അല്ലേ? വാങ്ങിക്കൊടുത്ത നീയാണല്ലോ, അപ്പൊ ന്യായീകരിക്കണമല്ലോ അല്ലേ? എത്ര കടയുണ്ടെന്ന് പറഞ്ഞാലും പീപ്പിക്കാരന്റെ കയ്യിലെ സാധനം കാണുമ്പോ കുട്ടികൾക്കൊരു കൊതി വരണ്ടേ കേട്ടാ, അതുകൊണ്ടല്ലേ. മക്കളെ, നിങ്ങൾ അപ്പുറത്തെങ്ങനെ പോയി കളിച്ചോളൂ കേട്ടോ. ഒരു നിമിഷം, എന്താ നിൽക്കുന്ന കഴിക്കാൻ വേണ്ടേ? ചപ്പാത്തി മുട്ടക്കറിയും. എന്നാ വാടി ചേച്ചേ, നമുക്ക് പോവാം. എന്നിട്ട് അച്ഛന്റെ ദേഷ്യം മാറിയൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരണട്ടാ. നിക്ക്, ഈ ബോളും കൂടി കൊണ്ടുപോയിക്കോളൂ. ഞങ്ങള് പോയിട്ട് ഇപ്പൊ തിരിച്ചു വരാട്ടാ. കുട്ടികള് പോയോണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്തേ? സത്യം പറയ്, എന്താ പറ്റിയത്? അത് ഒന്നുമില്ല. എന്നാ ഞാൻ പറയാം. പറയ്. ബിജുവിന്റെ അപ്പുവിന്റെയും കാര്യം ആലോചിച്ചിട്ടല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതെ, ഈ ആണുങ്ങളെ എനിക്കറിയാം. അവർക്ക് കൂട്ടുകാരന്മാർക്കൊരു പ്രശ്നം ഉണ്ടായ സ്വന്തം പ്രശ്നം പോലെ വിഷമിക്കും, ശരിയല്ലേ? അപ്പൊ വിചാരിച്ച പോലെ അല്ല, മിടുക്കിയാണ്. നാള് കഴിയുന്തോറും നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂടി വരണത് എനിക്ക് മനസ്സിലായി വരണുണ്ടായിരുന്നു. ആഹാ, അപ്പൊ അതില് നിനക്ക് വല്ല അസൂയ ഉണ്ടോ? അശോ, അസൂയപ്പെടാനേ ഞാൻ പറഞ്ഞല്ലാട്ടാ. ഞാൻ ആലോചിക്കായിരുന്നു, അവനെന്ത് പാവല്ലേ. പാവം മാത്രല്ല രഘുവേട്ടാ, അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട്. നമ്മളൊന്നും ചിന്തിക്കാത്ത തലത്തിലുള്ള കാര്യങ്ങളല്ലേ ഇന്നലെ അയാൾ പറഞ്ഞത്. ദൈവത്തിനെ കുറിച്ചല്ലേ? ഞാനും ശ്രദ്ധിച്ചു. വെറുതെ അല്ല PSCക്ക് റാങ്ക് കിട്ടിയത്. PSC റാങ്ക് ഹോൾഡർ ആയിരുന്നോ? ഓവ്വ്. എന്നിട്ട് എങ്ങനെയാണ് അയാൾ ആ ബുദ്ധിയില്ലാത്ത പെണ്ണിനെ കയറി കെട്ടിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവക്ക് ബുദ്ധിയില്ലെന്ന് രഘുവേട്ടനോട് ആരാ പറഞ്ഞത്? നല്ല വക്രബുദ്ധിയുണ്ട്. അതും ശരിയാ, അല്ലെങ്കിൽ നമ്മുടെ കടയിൽ CC ക്യാമറ ഇല്ലെന്ന് കണ്ടിട്ട് നമ്മുടെ പണിക്കാരനെ കൊണ്ട് തന്നെ അവള് സാധനങ്ങൾ അടിച്ചു മാറ്റിക്കില്ലായിരുന്നല്ലോ. പാവം ബിജു, അന്നും നമ്മുടെ മുമ്പിൽ നാണം കെട്ടു, ഇന്നും അതെ. രഘുവേട്ടന് ഫ്രണ്ടിന്റെ കാര്യത്തിൽ വിഷമം ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ മറക്കല്ലേട്ടാ. എന്തുട്ടാണ്? ഈ ഭാര്യ ചെയ്യണ തെറ്റിന് അയാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിഷമിക്കുന്ന പരിപാടി അങ്ങോട്ട് നിർത്താൻ പറയണം. അത് പിന്നെ അവരൊരു കുടുംബാവുമ്പോ അവന് തോന്നാണ്ടിരിക്കൂ. ദേ എത്തി രണ്ടാളും. രഘുവേട്ടന്റെ മൂഡ് മാറിയിരിക്കുന്ന അവർക്ക് വിഷമാട്ടാ. അമ്മേനോട് സംസാരിച്ചപ്പോ കുറച്ച് ബെറ്ററായി. എന്തുട്ടിന്? ഞാനേ അവളോട് പറഞ്ഞു ഇവളുടെ കുരുത്തക്കേട് കൂടിയോണ്ടാണ് അച്ഛന്റെ മൂഡ് പോയെന്ന്. ഇല്ലട വാവേ, ഈ പ്രായത്തിലൊക്കെ അല്ലേ നിങ്ങക്ക് കുരുത്തക്കേട് കാണിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോ അച്ഛൻ അതിന്റെ പേരില് ദേഷ്യം വരും, എന്നാലും പിന്നെ നേരെയാവില്ലേ. രഘുവേട്ടാ. എന്തേ? അതെ, എനിക്ക് അയാളെ എങ്ങനെയാ പെണ്ണിനെ കെട്ടിയെന്നറിയാൻ ഭയങ്കര ആഗ്രഹം. നിങ്ങളിപ്പോ നല്ല അടുപ്പത്തിലല്ലേ, ഒന്ന് ചോദിക്കുന്നേ. അയ്യട നീ കൊള്ളാലോ, വല്ല വീട്ടിലും ആരെങ്കിലും ലൈൻ അടിച്ച് കിട്ടിയാല് അതിനെ കുറിച്ച് അറിയാൻ ഭയങ്കര ആഗ്രഹല്ലേ? അയ്യേ, അങ്ങനല്ല, എന്നാലും. ഒരെന്നാലും ഇല്ല, ഞാനൊന്നും ചോദിക്കില്ല. അല്ല രഘുവേട്ടാ, ഈ അബദ്ധം വേറെ ആർക്കും പറ്റരുതല്ലോ. ആർക്കാ അബദ്ധം പറ്റരുതെന്ന് പറയണത്? അമ്മയ്ക്കാണോ? കൂടി അവിടുന്ന് ഈ വലിയൊരു സംസാരിക്കണതേ കുട്ടികൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ആലോചിച്ചിട്ട് എനിക്ക് ഒരു ഇരിക്കപ്പുറതയില്ല. എങ്ങനെയാവും അയാൾ ആ പെണ്ണിനെ കെട്ടിയത്? അതൊന്നും ലൈനടിച്ചിട്ട്. രഘുവേട്ടനോട് ചോദിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പോവാണ്. ഇനി അത് ആർക്കറിയായിരിക്കും? ഞാനേ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. രഘുവേട്ടനും കൂടെ 3 എണ്ണം ഉണ്ടാക്കണുണ്ട്. എന്നെ പോലെ ഓട്സ് കുടിച്ച് ക്ഷീണിക്കണ്ട. അച്ഛാ, അമ്മയ്ക്ക് ചെറിയ പിണക്കുണ്ട് കേട്ടാ. ഞാൻ നിന്നിട്ട് എന്തിനാണ്? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും രഘുവേട്ടൻ സഹായിച്ചു തരാറില്ല. എന്തുട്ട് ഇപ്പൊ അങ്ങനെ ആയോ? ഓക്കെ സമ്മതിച്ചിരിക്കണു. അപ്പൊ ചോദിക്കോ? അന്യന്റെ ജീവിതം ചോദിക്കാൻ എനിക്ക് ഇത്തിരി ചമ്മലുണ്ട്, എന്നാലും ഞാൻ ട്രൈ ചെയ്യാട്ടാ. താങ്ക് യു രഘുവേട്ടാ. അറിഞ്ഞിട്ട് വേണം എനിക്ക് അതിനെപ്പറ്റി യാസിനോട് സംസാരിക്കാൻ. ആഹാ, കൊള്ളാലോ.
ഞാൻ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നീ ആസുവിനോടും പറയാൻ പാടില്ല. സമ്മതിച്ചല്ലോ? അങ്ങനെയൊക്കെ ചോദിച്ചാ സമ്മതിച്ചുകൊടമ്മേ, ഇല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. ഓക്കെ, സമ്മതിച്ചു. ഓ, ഈ പെണ്ണുങ്ങളുടെ വായ മൂടി കെട്ടണതേ ഇത്തിരി പാട് തന്നെയാണേ. അല്ല, എന്നെ പോലെ നിങ്ങൾക്കും ആകാംക്ഷ കാണില്ല അതറിയാൻ. അപ്പൊ വൈകാതെ അത് കാണാട്ടാ. അതെ, നാളെ സ്കൂളില്ലല്ലോ. അരുൺ കളിക്കാനായിട്ട് ഇങ്ങടേക്ക് വരും. ആ സമയം നോക്കി ഞാൻ ചോദിക്കാൻ ശ്രമിക്കാം.